Hi friends, welcome to the video. Now, Ford Ecosport rear shock replace. Now, replace the car and one day comfort chart up. Action shock hard hard rear shock replace. This is rear shock. This is a bolt, bolt. Bolt. That's bolt. Now, this shock is a spring, front spring. The mold and the bolt. Bolt. This bolt is a shock. Now, we bolt tools. 15 box, 10 box, 15 rod. This is ratchet rod. Spring uണ്ടല്ലോ ഈ ഷോക്ക് വെച്ചാൽ സ്പ്രിങ് താന്നു പോകും അപ്പോൾ ആ സ്പ്രിങ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബീമിൽ ലോഡ് ചെയ്തേക്കണം ഒന്നെങ്കിൽ ജാക്കി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ലോഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ താന്നു പോകും അപ്പോൾ ജസ്റ്റ് ജാക്കി വെച്ചിട്ടൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബോൾട്ട് അഴിക്കണം അപ്പോൾ നമ്മൾ ജാക്കി വെച്ച് ലോഡാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ 15-ൻ്റെ ബോക്സ് വെച്ചിട്ട് അത് അഴിച്ചെടുക്കണം അപ്പോൾ ബോക്സ് വെച്ചിട്ട് ഇപ്പോൾ ഗണ്ണ് വെച്ചിട്ടാണ് അഴിക്കുന്നത് ടീറാടുണ്ടെങ്കിൽ ടീറാട് വെച്ച് അഴിക്കാം ഗണ്ണുള്ളതുകൊണ്ട് ഗണ്ണ് അഴിക്കുന്നുള്ളൂ അപ്പോൾ ആ ബോൾട്ട് അഴിച്ചിട്ടുണ്ട് 15-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട് ഇനി മുകളിലെ 2 10-ൻ്റെ ബോൾട്ട് അഴിക്കണം ഇനി അത് അടുത്ത് നമുക്ക് ആ 10-ൻ്റെ ബോൾട്ട് അഴിക്കാം ഈ 2 10-ൻ്റെ ബോൾട്ടും കൂടെ അഴിച്ച് കഴിഞ്ഞാൽ ഈ ഷോക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട് 2 ബോൾട്ട് അഴിച്ചു ഇനി ഷോക്ക് പുറത്തേക്ക് ഇടാം അപ്പോൾ താഴത്തെ ഒന്ന് ലോഡ് ആയിക്കൊണ്ട് താഴത്തെ ഭാഗം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓക്കെ ഷോക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ഷോക്ക് ഹാർഡായി അതാണ് കംപ്ലൈൻറ്റ് ഇനി പുതിയ ഷോക്ക് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് പുതിയ ഷോക്ക് ഇത് ഇതേപോലെ തിരിച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ആദ്യം മുകളിലത്തെ ബോൾട്ട് ഇടുക 10-ൻ്റെ ബോൾട്ട് ഇടുക അതിന് ശേഷം അടിയത്തെ 15-ൻ്റെ ബോൾട്ട് ഇടുക അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ റിയറിലെ ഷോക്ക് മാറ്റാനുള്ള വർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം